ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് 5ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ ഇക്കായി ഏക്ക് ദുലാരെ പൽ എന്ന യൂണിറ്റിലെ ധൂപ് ആ ഗയി എന്ന ചാപ്റ്ററിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ദുലാരെ പൽ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട നിമിഷങ്ങൾ. ദുലാരെ പ്രിയപ്പെട്ട, പൽ എന്ന് പറഞ്ഞാൽ നിമിഷങ്ങൾ. അപ്പോൾ നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേര് ധൂപ് ആ ഗയി. ധൂപ്പ് എന്ന് പറഞ്ഞാൽ വെയിൽ, ആ ഗയി വന്നിരിക്കുന്നു. അതിനടിയിൽ രചനാക്കാർ, ഇത് എഴുതിയ ആളെ പേരാണ് പ്രയാഗ് ശുക്ൽ. എക്സാമിന് ചോദ്യമുണ്ടാകും. പാഠ്, പ്രോക്തി, രചനാക്കാർ. പാഠം എന്ന് പറഞ്ഞാൽ ധൂപ് ആ ഗയി. പ്രോക്തി എന്ന് പറഞ്ഞാൽ ഇത് എന്താണ്, കവിതയാണോ കഥയാണോ? ധൂപ് ആ ഗയി എന്നതൊരു കവിതയായതുകൊണ്ട് പ്രോക്തി എന്നുള്ളിടത്ത് കവിത. അതുപോലെ രചനാക്കാർ, എഴുതിയ ആള് പ്രയാഗ് ശുക്ൽ. അപ്പം അതൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഇത് ചെറിയൊരു കവിത, 8 വരികളാണ്. ആദ്യത്തെ 4 വരികൾ, പിന്നെ 4 വരികൾ, അങ്ങനെയാണ് സെക്ഷനായിട്ട് വരുന്നത്. ധൂപ് ആ ഗയി സുബഹ് സുബഹ് की, കലിയാം പ്യാരി പ്യാരി മെഹക്കീം, കലിയാം ക്യാരി ക്യാരി മെഹക്കീം, കലിയാം ഇത്തിനി സാരി മെഹക്കീം. ഈ 4 വരികളിൽ അർത്ഥം കുട്ടികൾ പഠിക്കണം. ധൂപ് ആ ഗയി എന്ന് പറഞ്ഞാൽ ചാപ്റ്ററിൻ്റെ പേരെന്നെ ധൂപ് ആ ഗയി എന്നാണ്. വെയിൽ വന്നിരിക്കുന്നു. സുബഹ് സുബഹ് की, രാവിലെ തന്നെ. കലിയാം പൂമൊട്ടുകൾ, പ്യാരി പ്യാരി മെഹക്കീം, മനോഹരമായിട്ട്. പ്യാരി പ്യാരി എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടത്, പക്ഷേ ഇവിടെ അർത്ഥമാക്കുന്നത് മനോഹരമാണ്. മെഹക്കീം സുഗന്ധം പരത്തുന്നു. ധൂപ് ആ ഗയി സുബഹ് സുബഹ് की, വെയിൽ രാവിലെ തന്നെ വന്നിരിക്കുന്നു. കലിയാം പ്യാരി പ്യാരി മെഹക്കീം, മനോഹരമായി പൂമൊട്ടുകൾ സുഗന്ധം പരത്തുന്നു. മെഹക്കീം സുഗന്ധം പരത്തുന്നു. അടുത്ത വരി, കലിയാം ക്യാരി ക്യാരി മെഹക്കീം. കലിയാം എന്നാൽ പൂമൊട്ടുകൾ, ക്യാരി ക്യാരി പൂത്തടവും, മെഹക്കി സുഗന്ധം പരത്തുന്നു. ഈ വരിയുടെ മീനിങ്, കലിയാം നമ്മൾ നേരത്തെ പഠിച്ചു, പൂമൊട്ടുകൾ. ക്യാരി ക്യാരി ഓരോ പൂത്തടവും, മെഹക്കീം സുഗന്ധം പരത്തുന്നു. കലിയാം ഇത്തിനി സാരി മെഹക്കീം, കലിയാം ഇത്തിനി സാരി മെഹക്കീം. കലിയാം പൂമൊട്ടുകൾ, ഇത്തിനി സാരി ഒരുപാട്, മെഹക്കീം സുഗന്ധം പരത്തുന്നു. പൂമൊട്ടുകൾ ഒരുപാട് സുഗന്ധം പരത്തുന്നു. അപ്പോൾ ഈ 4 വരികളുടെ അർത്ഥം നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത 4 വരികളിലേക്ക് കടക്കാം. ഹവ വഹ് രഹി ഡണ്ടി ഡണ്ടി, ഗൂം രഹി വഹ് ബഹക്കി ബഹക്കി, ഉടുത്തി ഉടുത്തി ആയി ചിടിയ, ഫുദക് ഫുദക് കർ വേബി ചഹക്കി. ഹവ എന്ന് പറഞ്ഞാൽ കാറ്റ്. വഹ് രഹി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ടണ്ടി ടണ്ടി എങ്ങനെയാണ്, തണുത്തത്, തണുത്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്നു കാറ്റ്. ഗൂം രഹി വഹ് ബഹക്കി ബഹക്കി, ഗൂം രഹി അത് ചുറ്റിക്കറങ്ങുന്നു. ബഹക്കി ബഹക്കി തത്തിക്കളിച്ചുകൊണ്ട്. വഹ് എന്ന് പറഞ്ഞാൽ അത്. ഗൂം രഹി ചുറ്റിക്കറങ്ങുന്നു. ആരാണ്? കാറ്റ്. കാറ്റ് തത്തിക്കളിച്ചുകൊണ്ട് ചുറ്റിക്കറങ്ങുന്നു. ഉടുത്തി ഉടുത്തി ആയി ചിടിയ, ഉടുത്തി ഉടുത്തി എന്ന് പറഞ്ഞാൽ പറന്നു, ആയി വന്നു, ചിടിയാം പക്ഷികൾ, പക്ഷികൾ പറന്നു വന്നു. ഫുദക് ഫുദക് കർ വേബി ചഹക്കീം, ഫുദക് ഫുദക് ചാടിക്കൊണ്ട്, വേ അവർ, ചഹക്കീം ചിലക്കുന്നു, പക്ഷികൾ ചാടിക്കൊണ്ട് ചിലക്കുന്നു. ഇത്രയേ ഉള്ളൂ 2
ഭാഗങ്ങളായിട്ടുള്ള 8 വരി കവിത. ഇത് ഒന്ന് വായിച്ച് അർത്ഥം മനസ്സിലാക്കി പഠിക്കുക. പുതിയ പുതിയ വാക്കുകൾ വരുമ്പോൾ അതിന് അർത്ഥം പഠിച്ചു വച്ചാൽ പിന്നെ പഠിക്കുന്ന എല്ലാ ഭാഗത്തേക്കും നമുക്കത് ഉപകാരപ്രദമായിരിക്കും. അടുത്തത് ആക്ടിവിറ്റിയിലേക്ക് പോകാം. അതിൽ 2 ആക്ടിവിറ്റിയാണ് പറയുന്നത്. ആദ്യം രംഗ് ബരേം. അതിൽ 2 ചിത്രം കൊടുത്തിട്ടുണ്ട്. നിറം നൽകാനാണ്. ഒരു പൂമൊട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു പക്ഷിയുടെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ കൊടുത്തിട്ട് അതിൻ്റെ താഴ്ഭാഗത്ത് എഴുതിയത് വായിക്കാം. യഹ് കലി ഹേ. യഹ് എന്ന് പറഞ്ഞാൽ ഇത്, കലി പൂമൊട്ട്, ഹേ ആകുന്നു, ഇത് പൂമൊട്ട് ആകുന്നു. യഹ് ചിടിയ ഹേ, ഇത് പക്ഷിയാകുന്നു. അടുത്തത് നിറങ്ങളാണ്. 4 നിറങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പരിചയപ്പെടാം, പഠിച്ചു വെക്കാം. ലാൽ ചുവപ്പ്, ഹര പച്ച, കാല കറുപ്പ്, നീല നീല. ഇത്രയേ ഉള്ളൂ ആക്ടിവിറ്റി 1. അടുത്തത് 2ാമത്തെ ആക്ടിവിറ്റിയിലേക്ക് പോകാം. ശബ്ദ് പഹചാനെ കവിതാമേ രേഖാങ്കിത് കരയും. ഇതിൽ 5 ബലൂണുകൾ കൊടുത്തിട്ടുണ്ട്, പല നിറത്തിലുള്ള ബലൂണുകൾ. ഓരോ ബലൂണുകളിലും ഓരോ വാക്ക് എഴുതിയിട്ടുണ്ട്. എഴുതിയ വാക്കുകൾ നിങ്ങൾ പഠിച്ച കവിതയിൽ നോക്കി കണ്ടുപിടിക്കുക. കലിയാം, ക്യാരി, ഹവ, ചിടിയാം, ധൂപ്പ്. ഈ വാക്കുകളൊക്കെ ഈ 8 വരി കവിതയിലുണ്ട്. അപ്പോൾ കൂട്ടുകാർ അത് വായിച്ച് ആ വാക്കുകളെ കവിതയിൽ കണ്ടെത്താം. ഇത്രയേ ഉള്ളൂ 1ാമത്തെ പാഠം. ധൂപ്പ് ആ ഗയി. ഓക്കെ.